വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വചനം മനുഷ്യനായി. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. യേശുവാകുന്ന വെളിച്ചത്തിന്റെ പ്രസരണം. സുവിശേഷകനായ യോഹന്നാൻ തന്റെ ഗുരുവും നാഥനുമായ യേശുവിന്റെ സുവിശേഷത്തിന്റെ രചന ആരംഭിക്കുകയാണ് ഇവിടെ. ദാർശനികമായ ഒരു പശ്ചാത്തലത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് സുവിശേഷകൻ ഇതിനാരംഭം കുറിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവമായിരുന്നു ആ വചനം. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനമാണ് ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ ഇതൾ വിരിക്കുകയാണ് സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ഈ വെളിച്ചത്തെ ലോക ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, ലോക ജനതയെ ഈ വെളിച്ചത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യോഹന്നാൻ മാംദാന എന്നാണ് സുവിശേഷകനായ യോഹന്നാൻ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മോടായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നു, യോഹന്നാൻ മാംദാന ലോകത്തിന്റെ വെളിച്ചം അല്ലായിരുന്നു. വെളിച്ചമാകുന്ന തന്റെ ഗുരുവും നാഥനുമായ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യോഹന്നാന്റെ ദൗത്യം. അതാണ് യോഹന്നാൻ തന്റെ ജീവിതത്തിലൂടെ 100% വിജയപ്രദമായ രീതിയിൽ നിർവഹിച്ചത് എന്നും യോഹന്നാൻ പിന്നീട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തിൽ ഈ യോഹന്നാൻ നിർവഹിച്ച അതേ ദൗത്യമാണ് നമുക്കും നിർവഹിക്കാനുള്ളത് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം. നാമും ലോകത്തിന്റെ പ്രകാശമായിരിക്കുന്ന യേശുവിന്റെ ആ വെളിച്ചത്തിന്റെ ശോഭയ്ക്ക് അല്പമേലും മങ്ങലേൽക്കാതെ നമ്മുടെ ചുറ്റുപാടിലും പ്രസരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മെയും ഇന്ന് ദൈവമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ജീവിതചര്യയിൽ കൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ ഇതാണ് ആദ്യമായിട്ടും അധികമായിട്ടും നടക്കേണ്ടത്. ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിനെ അതിന്റെ ശോഭയ്ക്ക് ഒട്ടും കളങ്കം കൂടാതെ, മങ്ങലേൽക്കാതെ, അതിനെ ശോഭ മറയ്ക്കാതെ ജനതകളുടെ ഇടയിൽ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനുള്ള ഒരുക്കമായിരിക്കണം ക്രിസ്മസിനുള്ള ഒരുക്കം എന്നുള്ളത് നാം ധരിക്കാനിടവന്നാൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ ചൈതന്യം നമ്മൾ ഗ്രഹിച്ചു എന്ന് വേണം വിചാരിക്കാൻ.